2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക നീക്കവുമായി AIMIM അധ്യക്ഷൻ അസറുദ്ദീൻ ഒവൈസി രംഗത്ത്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ സമാജ്വാദി പാർട്ടിയുമായോ അല്ലെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടിയുമായി തന്നെയോ സഖ്യമുണ്ടാക്കാൻ തന്റെ പാർട്ടി പൂർണ്ണ സന്നദ്ധതയാണ് എന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സന്നദ്ധ അറിയിച്ചുകൊണ്ടാണ് ഒവൈസി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും BJPക്കും കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ തന്നെ രംഗത്തിറങ്ങാനാണ് ഒവൈസിയുടെ നീക്കം നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ നടന്ന പാർട്ടി യോഗത്തിൽ സംസാരിക്കവെയാണ് പ്രതിപക്ഷ ഐക്യത്തിന് അദ്ദേഹം പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BJPക്കെതിരെ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാൻ എല്ലാ മതനിരപേക്ഷ പാർട്ടികളും ഒന്നിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും ഒവൈസി പറയുന്നു. പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ട് ചർച്ച നടത്താൻ തയ്യാറായില്ല എങ്കിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായും മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയുമായും ഒരുമിച്ചുകൊണ്ട് മത്സരിക്കാൻ AIMIM യാതൊരുവിധ എതിർപ്പും ഇവിടെ കാണിക്കില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇതുവരെ പലപ്പോഴും ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്ന ഒവൈസിയുടെ ഈ പ്രഖ്യാപനം പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 2027 തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രതിപക്ഷ സഖ്യ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ശക്തമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രത്തിൽ ഉയർന്നു കേൾക്കുന്നത്. BJPക്കെതിരായ വിശാല പ്രതിപക്ഷ ഐക്യത്തിന് ഒവൈസിയുടെ ഈ നീക്കം പുതിയ വഴിത്തിരിവാകുമോ എന്നതിലും കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ആ ഒരു മുന്നേറ്റത്തിന് ശേഷം അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ച പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഫോർമുലയ്ക്ക് UPയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ഇതിന് തടയിടുവാനും സംസ്ഥാനത്തെ നിർണായകമായ 20% വരുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ തങ്ങളുടെ സ്വാധീനം ശക്തമാക്കുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. UPയിലെ പടിഞ്ഞാറൻ മേഖലയിലും അതുപോലെ തന്നെ അഥവാ തന്നെ മറ്റു മേഖലകൾ ഇതെല്ലാം കണക്കാക്കി പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒവൈസി ആകട്ടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 200ഓളം സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി ഇതിനോടകം തന്നെ പ്രാഥമിക തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് BJPയെ സഹായിക്കുന്ന പാർട്ടിയാണ് AIMIM എന്ന ആക്ഷേപം ഇവിടെ SPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉയർത്തിയിരുന്നു. ഈ ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് BJPയെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യത്തിന് തയ്യാറാണ് എന്ന് ഒവൈസിയുടെ പുതിയ പ്രഖ്യാപനം ഇവിടെ ചർച്ച നേടുന്നത്. AIMIMന്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഇത്തരം ഒരു സഖ്യം ആഹ്വാനം വന്നിട്ടുണ്ടെങ്കിൽ സമാജ്വാദി പാർട്ടിയും BSPയും ഇതുവരെ തങ്ങളുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഒവൈസിക്കെതിരെ അല്ലെങ്കിൽ ഒവൈസിയെ കുറിച്ചുള്ള സമാജ്വാദി പാർട്ടി നേതാവ് ശിവ്പാൽ യാദവ് ഉൾപ്പെടെയുള്ളവർ മുൻപ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ദളിത് മുസ്ലിം വോട്ടുകളെ ഏകോപനം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ BSPയുമായി ഒരു സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. UPയിലെ തങ്ങളുടെ പാർട്ടി സംവിധാനം പുനർസംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയൊരു പ്രചരണ പരിപാടിക്കാണ് ഒവൈസിയുടെ പാർട്ടി രൂപം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.